ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണിയയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय एग्रीमेंट को भी रिन्यूअल कर रहे हैं. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവെച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യ കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ. റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA-മാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടക മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T. സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.